പിടിപാടുള്ളതുകൊണ്ടാണോ പ്രതിയെ പിടികൂടാത്തത് എന്നുള്ള ചോദ്യം അത് സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതൊരു ചെറിയ വാർത്തയല്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രതിയാണെങ്കിൽ ആ പ്രതിയിലേക്ക് എത്താൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല? 5 ദിവസമായില്ലേ? എവിടെയാണ് ആ പ്രതി എന്നുള്ളതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ അന്വേഷണ സംഘത്തിന്? പരിശോധിക്കാൻ നമുക്ക്. അന്വേഷണം ഏത് വഴിക്കാണ്? പ്രതി ഡോക്ടർ സിറിയക് പി ജോർജിനായി വ്യാപക പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നതും. അന്വേഷണത്തിനായി ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുള്ളത്. പ്രതി വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് എറണാകുളം റൂറൽ SP ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അതൊന്ന് കേൾക്കാം ആദ്യം. പ്രതികളെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിരുന്നു. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാതെ, വണ്ടി നിർത്താതെ അവർ രക്ഷപ്പെട്ടു പോയതുകൊണ്ട് ആരായിരുന്നു വണ്ടി ഓടിച്ചെന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ പ്രതിയെ കണ്ടെത്തുകയും ശക്തമായിട്ടുള്ള നടപടികൾ, സാധാരണ മട്ടിൽ ആക്സിഡന്റിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന 304A പകരം കുറ്റകരമായി നരഹത്യക്കാൻ എടുത്തിട്ടുള്ള ശക്തമായിട്ട് നടപടി എടുത്തുള്ളതിൻ്റെ സൂചനയാണ്. പ്രതി നാട് വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ സംവിധാനങ്ങളും എടുത്തിട്ടുണ്ട്. കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും. ശരൺ ചേരുന്നു. ശരൺ, 5 ദിവസമായി എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് നിൽക്കാമെന്ന് അന്വേഷണ സംഘത്തിന് കരുതേണ്ടതില്ല. കാരണം എന്തുകൊണ്ട് പ്രതിയെ ഇത്ര ദിവസമായിട്ടും പിടികൂടിയില്ല എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം ആ മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹപാഠികളും ആ കുടുംബവും ഒരു നാടുമൊക്കെ ഒരുമിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കൂ, കോട്ടയത്ത് വീട്ടിൽ പ്രതിയില്ല. പ്രതി മാത്രമല്ല, മാതാപിതാക്കളുമില്ല. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ് ഈ പ്രതിയിലേക്ക് ഇത്ര ദിവസമായും എത്താൻ കഴിയാത്തത്? എവിടെയാണ് ഈ പ്രതി എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു തരിമ്പ് സൂചനയുണ്ടോ ഇപ്പൊ അന്വേഷണ സംഘത്തിന്? അതോ മെല്ലെ മതി എന്ന് കരുതിയാണോ? അതോ പിടികൂടുകയേ വേണ്ട എന്നാണോ? എന്താണ് ഇവരുടെ ഉദ്ദേശം? റോഷ്നി, അത്തരത്തിൽ ഒരു സൂചനയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുറച്ചു മുമ്പ് പോലും നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും ഇപ്പോഴും ട്രേസ് ചെയ്യാനുള്ള ശ്രമമാണ്, പ്രതി എവിടെയാണെന്ന് ട്രേസ് ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനപ്പുറം അവർക്ക് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. എന്തായാലും ശനിയാഴ്ച രാത്രി ഈ അപകടം നടന്ന് 5 ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്, ഈ പ്രതിക്കായി ഇരുട്ടിൽ തപ്പുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ നമുക്കറിയാം, സാധാരണ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അത് വൈകി അറിഞ്ഞിട്ടാണ് അന്വേഷണം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തന്നെ പറഞ്ഞു നിൽക്കാം. പക്ഷേ ഇങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശനിയാഴ്ച 7:30 കൂടി അപകടം നടക്കുന്നു. ആ അപകടം നടന്ന വിവരം അപ്പോൾ തന്നെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ അറിയുന്നു. അങ്ങനെ പോലീസ് സംഘം അവിടേക്ക് എത്തുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും ഒപ്പം തന്നെ ഈ പ്രതിയുടെ ഫോൺ ട്രേസ് ചെയ്യുന്നതിലൂടെയും കൃത്യമായി തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. എന്നാൽ അതിന് പകരം, അതായത് തുടക്കത്തിൽ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ അലംഭാവം ഉണ്ടായെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ കൃത്യമായി അത്തരത്തിൽ പരിശോധിച്ചിരുന്നു. ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്യാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും റൂറൽ SP പറയുന്നത് ഒരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടെന്നുള്ളതാണ്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു പ്രതിക്കായി വലിയ രീതിയിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രതി അഭിഭാഷകൻ മുഖേന പോലീസിനെ അറിയിക്കുകയാണ്, താൻ ഇന്ന ദിവസം, അതായത് ഇന്നലെ രാവിലെ 10:30 കൂടി സ്റ്റേഷനിൽ ഹാജരാകാമെന്നുള്ളത് അറിയിക്കുന്നു. അങ്ങനെ പോലീസ് അതിനു വേണ്ടി കാത്തിരിക്കുന്നു. പിന്നീട് പ്രതി സ്റ്റേഷനിലേക്ക് എത്തുന്നില്ല. അതോടുകൂടി അന്വേഷണം ഊർജിതമാക്കുന്നു. നമ്മൾ സമീപകാലത്തൊന്നും തന്നെ ഒരു കേസ് അന്വേഷണത്തിലും കേൾവിയില്ലാത്ത, കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പോലീസ് ഈ പ്രതി ഇത്തരത്തിൽ വലിയൊരു വിവാദത്തിലായ സംഭവം, അതിൽ പ്രതിയെ വേഗത്തിൽ പിടികൂടാനുള്ള നീക്കങ്ങളൊക്കെയാണ് പോലീസ് നടത്തിയത്. പക്ഷേ ഇവിടെ ഒരു പ്രതി സറണ്ടർ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ് ചെയ്തിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് പ്രതി ഹാജരാവാതിരിക്കുകയും പിന്നീട് വ്യാപകമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. അതിരമ്പുഴയിലെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പ്രതിയില്ല എന്ന് കണ്ടെത്തുന്നു. അതോടുകൂടി ബന്ധുവീടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഈ അച്ഛൻ്റെ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ട് തന്നെ ഏലപ്പാറ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അവിടെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനിയും അങ്കമാലി പോലീസിന് തന്നെ അന്വേഷണം തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വിവാദത്തിലേക്ക് നയിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് തന്നെ ആലുവ DVSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏതൊരു കേസിലും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുറത്തിറക്കുന്നതാണ് ലുക്കൌട്ട് നോട്ടീസ്. വിമാനത്താവളം വഴി പുറത്തേക്ക്, രാജ്യത്തിന് പുറത്തേക്ക് കടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കടക്കുമെന്നുള്ള ഒരു സൂചന ലഭിച്ചാൽ കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാറുണ്ട്. എന്തായാലും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ ആരെങ്കിലുമൊക്കെ ഈ പ്രതിയെ സംബന്ധിച്ച് വിവരം നൽകുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പോലെയല്ല, കുറച്ചുകൂടി ചൂട് പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. SIT
നിലവിൽ വന്നതിന് പിന്നാലെ കൂടുതൽ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഓക്കെ, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ